ನನ್ನ ಫೇಸ್ಬುಕ್ ತೂಲೆ ಅವಿಜ್ಞಾನಿ ಫೇಸ್ಬುಕ್ ಚಾಲಕ ಜಸ್ಟ್ ಬಟನ್ ಅದು ಮೂಲ ದಾಟಿ ಬೇಲೆ ಫೀಲ್ಡ್ ಮೇರೆ ಓಪನಿಂಗ್ ಓಪನಿಂಗ್ ಇದು ಫಸ್ಟ್ ಬೈದಿನಿ ಫೀಲ್ಡ್ ಅಂದ ಇರು ದಾದಾ ಯಾನ್ ಕೂತ್ನಾರ ನಾರಾಜ ಇತ್ತ ಫೋಟೋ ಬರಲಿ ರೊಟ್ಟಿ ಕುಲು ಅಂತಾರೆ ದಾದಾ ಒನ್ ಟು ಕಾನ್ಸ್ಟೇಬಲ್ ಉಳ್ಳೇರು ಕೊಂಜು ಪಚ್ಚನ ಸಾರಿ ಎಷ್ಟು ಕೇಳಿಲ್ಲ ನೀವು ಆಲೋಚನೆ ಮಾಡ್ಕೊಂಡು ನಾಳೆ ಮತ್ತವ್ರು ಹಿಡ್ಕೊಳ್ತಾರ ಅವ್ರು ಬಿಟ್ರೆ ಹಿಂಗೆ ಬಿಟ್ರೆ ಇನ್ನೂ ಬರ್ತದೆ ಮಾತಾಡುದಲ್ಲ മംഗളൂരുവിൽ കഴിഞ്ഞ ദിവസം സദാചാര ഗുണ്ടകൾ അഴിഞ്ഞാടിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. പനമ്പൂർ ബീച്ചിൽ മലയാളി യുവാവിനും യുവതിക്കും നേരെയാണ് സദാചാര പോലീസ് ചമഞ്ഞ് ആക്രമണമുണ്ടായത്. ഒരുമിച്ചിരിക്കുന്നത് ചോദ്യം ചെയ്ത സംഘം ഇരുവരെയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തയുടെ വിശദാംശങ്ങളുമായി KV ബൈജു ചേരുന്നു. ബൈജു, നമുക്ക് പോലീസിന്റെ സാന്നിധ്യം പോലും അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ പോലീസിന്റെ മുന്നിൽ വെച്ചാണോ മംഗളൂരുവിലെ സദാചാര ഗുണ്ടകൾ മലയാളി യുവാക്കളെ ഈ രീതിയിൽ കൈകാര്യം ചെയ്തത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അവർ നൽകുന്ന പരാതി? പോലീസിന്റെ നടപടി എങ്ങനെ? ടോമെ, നമ്മുടെ അയൽ സംസ്ഥാനമായ പ്രത്യേകിച്ച് കാസർഗോഡ് അതിർത്തി പങ്കിടുന്ന മംഗളൂരുവിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. പനമ്പൂർ ബീച്ചിൽ ഇന്നലെ വൈകിട്ട്, അതായത് മലയാളിയായ ഒരു യുവാവും ഒപ്പം കർണാടക സ്വദേശിനിയായ യുവതിയും കൂടി ഈ പനമ്പൂർ ബീച്ചിലെത്തിയതാണ്. ഈ സമയത്താണ് എന്തിനാണ് ഒരുമിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ച് വലിയൊരു സംഘം, അതായത് 30ഓളം വരുന്നൊരു സംഘം ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നത്. ഏതായാലും ഈ കർണാടകയിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഒരു ഇതിൽ ഇതര മതസ്ഥരായ ഒരാൾപ്പുറം ഇത്തരത്തിൽ തീരദേശത്ത് ഇരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇത്തരത്തിൽ ഇതുണ്ടായത്. ഇതിൽ പോലീസ് പറയുന്നത് ഈ യുവതി ബാംഗ്ലൂർ സ്വദേശിനിയാണ്. മൽപ്പെ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആവശ്യത്തിന് വേണ്ടി മംഗളൂരുവിലേക്ക് എത്തിയതാണ്. ആ സമയത്താണ് തന്റെ സുഹൃത്തായ മലയാളി കൂടിയായ യുവാവിനെ കണ്ടുമുട്ടുന്നതും ഇയാൾക്ക് ഒരു സാഹിത്യ അവാർഡ് ലഭിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സന്തോഷം പങ്കിടുകയും പിന്നീട് ബീച്ചിൽ ഇരുന്ന് ഇത്തരത്തിൽ സംസാരിക്കുകയും ചെയ്യായിരുന്നു. ഈ സമയത്ത് ഈ സംഘം വന്ന് ഇവരോട് വലിയ തോതിൽ ഇവർക്ക് നേരെ അസഭ്യവർഷമൊക്കെ ചെറിയായിരുന്നു. ഈ യുവതിയും വലിയ തോതിൽ ചെറുത്തു നിൽക്കുന്ന അത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. പ്രധാനമായും ഇന്ന് മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ ഈ സദാചാര ഗുണ്ടായിസം നടത്തുകയും അതിന്റെ ദൃശ്യങ്ങൾ അവർ തന്നെ പകർത്തുകയും പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു രീതിയാണ് പ്രധാനമായും കർണാടകയിലുള്ളത്. ഈ കുട്ടി വലിയ തോതിൽ ഇവരുടെ ചെറുത്തു നിൽക്കുന്നതും ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും ഒടുവിൽ വാക്കുതർക്കം രൂക്ഷമായപ്പോൾ അവസാനം പനമ്പൂർ പോലീസിനെ യുവതി വിവരമറിയിക്കുകയായിരുന്നു. പിന്നീട് പോലീസ് എത്തിയപ്പോഴുള്ള ആ ദൃശ്യങ്ങളാണ് നമുക്കതിൽ കാണുന്നത്. അപ്പോഴും ഈ സംഘം വലിയ തോതിൽ ഇവരോട് ബഹളം വെക്കുന്നതും ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. എന്തായാലും 4 പേരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയത്. നാളുകൾക്ക് മുൻപാണ്, ആഴ്ചകൾക്ക് മുൻപാണ് സമാനമായ രീതിയിൽ തന്നെ മലയാളി യുവാക്കൾക്ക് നേരെ, യുവതി യുവാക്കൾക്ക് നേരെ സദാചാര ഗുണ്ടാക്രമണം ഉണ്ടായത്. 2 മതവിഭാഗത്തിൽപ്പെട്ട യുവതി യുവാക്കൾ ഒന്നിച്ചിരുന്ന് സംസാരിച്ചതാണ് അന്ന് ചോദ്യം ചെയ്യലിനും പിന്നീട് അക്രമത്തിലേക്കൊക്കെ വഴിമാറിയത്. നമുക്കറിയാം, ഈ സിദ്ധരാമയ്യ സർക്കാർ അധികാരമേറ്റ ശേഷം അന്ന് പ്രഖ്യാപിച്ചതാണ് കർണാടകയിലെ സദാചാര ഗുണ്ടായിസത്തിന് പൂട്ടിടുമെന്ന്. അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നു. പക്ഷെ ഇപ്പോഴും സദാചാര ഗുണ്ടകൾ, അക്രമികൾ അവിടെ അഴിഞ്ഞാടുന്നു. എന്ത് നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരം സംഭവങ്ങൾക്കെതിരെ സ്വീകരിക്കുന്നത്?
ടോമെ, വളരെ ശരിയാണ്. കോൺഗ്രസ് അധികാരത്തിലെത്തിയത് തന്നെ പ്രകടന പത്രികയിൽ ഇത്തരത്തിൽ സദാചാര ഗുണ്ടായിസം കർണാടകയിൽ ഇല്ലാതാക്കും എന്ന് പറഞ്ഞാണ്. അതിനുശേഷമാണ് നമ്മൾ തന്നെയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് റിപ്പോർട്ട് ചെയ്തത്, കാസർഗോഡ് സ്വദേശിയായ ഒരു യുവതി ഇത്തരത്തിൽ വിട്ല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു ബസ് വെയിറ്റിംഗ് ഷെൽട്ടറിൽ ഇതര മതസ്ഥനായ ഒരു യുവാവിനെ സംസാരിച്ചു എന്ന് പറഞ്ഞതിന് പേരിൽ വലിയൊരു സംഘം വന്ന് ഇവരോട് ചോദ്യം ചെയ്യുന്ന ഒരു സംഭവം. അതിനുശേഷം പോലീസ് ഇടപെട്ടാണ് ഇവരെ തിരിച്ചയച്ചത്. അതിനുശേഷം ഏതാനും മാസങ്ങൾക്ക് ഇപ്പോൾ മറ്റൊരു സംഭവം കൂടെ നടന്നിരിക്കുന്നു. അന്ന് പോലീസ് വ്യക്തമാക്കിയത് ഇനി ഇത്തരത്തിലൊരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ്. പക്ഷേ പിന്നെയും വീണ്ടും ഇത്തരത്തിൽ സദാചാര ഗുണ്ടായിസം കർണാടകയിൽ ഉണ്ടാകുന്നു എന്നതിനെയാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനം ഇത്തരം കേസുകളിൽ വളരെ നിസ്സാരമായ വകുപ്പ് മാത്രം ചുമത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. പലപ്പോഴും സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന കുറ്റമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ തോതിലുള്ള നിയമം മാറ്റി കർശനമായ നടപടിയെടുക്കണമെന്നാണ് പൊതുവെ ഉയരുന്ന അഭിപ്രായം. എന്തായാലും ഈ 4 പേർക്കും പോലീസ് സ്റ്റേഷൻ ജാമ്യം തന്നെ നൽകിയിരിക്കുന്നു. കാരണം 25ഓളം പേരാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, പലരെയും വ്യക്തമാണ്. ഇതേതായാലും തീവ്ര ഹിന്ദു സംഘടനാ പ്രവർത്തകരാണ്. നേരെ തിരിച്ച് മറ്റു വിഭാഗത്തിൽ നിന്നും ഇത്തരത്തിൽ സംഭവമാണ്. ഇരു വിഭാഗക്കാരും ഇത്തരത്തിൽ ഒരു സദാചാര ഗുണ്ടായിസവുമായി രംഗത്തിറങ്ങുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ തീരദേശ മേഖലകളിലാണ്, ഈ മംഗളൂരു ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണ്, തീരദേശത്താണ് ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇത് റിപ്പോർട്ട് ചെയ്യുന്നതാകട്ടെ വളരെ കുറച്ച് മാത്രമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ പെൺകുട്ടി ഇവരോട് കൃത്യമായ വാക്കുതർക്കത്തിന് ഏർപ്പെട്ടതുകൊണ്ടാണ് ഈ സംഭവം അപ്പോൾ തന്നെ പോലീസിനെ അറിയിച്ചതോടുകൂടിയാണ് ഈ സംഭവം പുറലോകം അറിയുന്നത്. അല്ലാതെ തന്നെ ഒരുപാട് ഇത്തരത്തിൽ കേസുകൾ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കർണാടകയിലെ എല്ലാ ബീച്ചുകളിലും പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ടെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഈ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി ഉണ്ടാകുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കാസർഗോഡ് സ്വദേശിനിക്ക് ഇത്തരത്തിലുണ്ടായത്. അതിന് തൊട്ടു പിന്നാലെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. എന്തായാലും കോൺഗ്രസ് സർക്കാർ അധികാരത്തിലേറിയത് ഈ നേരത്തെ BJP സർക്കാർ അധികാരത്തിലുണ്ടാകുമ്പോൾ ഇത്തരത്തിൽ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അത്തരത്തിലൊരു കേസുകൾ സദാചാര ഗുണ്ടായിസം ഇനി കർണാടകയിൽ ഉണ്ടാകില്ല. അത് പ്രകടന പത്രികയിൽ തന്നെ വ്യക്തമാക്കിക്കൊണ്ടാണ് കോൺഗ്രസ് സർക്കാർ അധികാരത്തിലേറിയത്. എന്നിട്ടും തുടർച്ചയായ ഇത്തരത്തിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നതിനെയാണ് വലിയ ആശങ്ക ഉയർത്തുന്നത്. ഏതായാലും മംഗളൂരു പരിസരത്തും ഇതിൽ വലിയൊരു ആശങ്ക തന്നെയാണ് വിവരങ്ങൾ നൽകിയത്. മംഗളൂരുവിലാണ് വീണ്ടും സദാചാര ഗുണ്ട ആക്രമണമുണ്ടായത്.